ലബ്ബക്കട 34 വയസ്സ്, പുനർവിവാഹം പ്രതീക്ഷിക്കുന്നു. മാട്രിമോണിക്ക് മൊത്തം വായിച്ചു കഴിഞ്ഞു. ഇവനൊക്കെ എവിടെ പോയി കിടക്കുകയാണോ? ഓട വെച്ചാ വടികയെ വെക്കുകയല്ലാത്തവന്മാരാ. മാധവേട്ടനാണല്ലോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടി വെട്ടിയെന്ന് പറഞ്ഞാണ് കാര്യം. വിസി 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 BC 1-ാം നൂറ്റാണ്ടിൽ ജനിച്ചതാണെന്ന് തോന്നുന്നു ഇവനൊക്കെ. കത്തിപ്പറമ്പിൽ വിജയ് ഇന്ന് കത്തി കയറും. എന്റെ അടുത്താ കളി. വിജയൻ ചേട്ടാ, ഞാൻ എത്തി. അവിടെ നോക്കടാ, ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. ഒരു കല്ല് ചവിട്ടി കാലുളുക്കി. കാലുളിക്കാൻ കയ്യാലാണോടാ വള്ളി ഇടുന്നേ? കാലുളിക്കിപ്പോ കൈ കുത്തി, കൈയുടെ കുഴ തെറ്റി. എടാ മക്കളറിഞ്ഞു. കല്യാണം കഴിക്കാൻ പോണ കാര്യോ? അതേന്നു ചേട്ടന് പനിയും കൂടെ കാറും എടുത്ത് ഇപ്പൊ ഇങ്ങ് എത്തും. മാത്രമല്ല കല്യാണം കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്ന എന്റെ ചേട്ടന് പറഞ്ഞു. അപ്പൊ പൂരത്തിന് വെടിക്കിട്ട് ഉറപ്പായി. ഞാൻ ഇടന്ന് അവർക്കറിയാമോ? പിന്നെ അവർക്കറിയാം. അപ്പൊ ഞാൻ ഈ പഞ്ചായത്ത് വിടുവോ? എടാ ജോമോനെ, ആപത്ത് വരുമ്പം ഇട്ടേച്ച് പോകുന്നത് ശരിയല്ല കേട്ടോ. എനിക്ക് ധൈര്യം പോരാ. നീ കേറി വന്നേ, ഞാൻ നിനക്ക് ധൈര്യം പകർന്നു തരാ. ഞാൻ വന്നു. നീ വാ. പിടിപ്പിക്ക ജോമോനെ, ഒരു 2 എണ്ണം. ഒരു ധൈര്യം വരട്ടെ. രാവിലെ തന്നെ വേണം. നീ 2 എണ്ണം അടിക്കേ, എന്നിട്ട് ഒരു ബുദ്ധി പറഞ്ഞു തന്നാട്ടെ. ഒറ്റ വഴിയോ? അതെന്ത്? വിജയചേട്ടന്റെ പെണ്ണ് കിട്ടാത്ത ഒരു ചേട്ടനുണ്ടല്ലോ, പുള്ളിക്ക് ഈ ആലോചന തങ്ങ് പറഞ്ഞാ മതി. അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവുന്നേ. മക്കള് വന്ന് പോയി കഴിയുമ്പോ ആരും അറിയാതെ ഈ ആലോചന നമുക്കങ്ങ് മറക്കാം. എന്നാൽ മക്കൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് വേണം. വേണം എന്താ ഓരോട് ഒരെണ്ണം ഇതിനാക്കുന്നു. നീ ഇത് മൊത്തം എടുത്തോണ്ട് പോടാ. എടാ ഇവൻ എന്റെ നെഞ്ചത്ത് ഇപ്പൊ റേറ്റ് വെക്കുമല്ലോ. എടാ നടന്നു പോകണടാ, ആ സ്കൂട്ടർ എടുത്തോണ്ട് വെക്കോ. ഊതുന്നോ? അതെന്താ? ആ മെഷീൻ പൊട്ടിത്തെറിച്ചു. അത് ശരി, കള്ളും കുടിച്ചിട്ടുണ്ട്, ഹെൽമെറ്റും ഇല്ല. ഇറങ്ങടോ. എന്താണ് വണ്ടിയില്? തുറക്കടോ. അത് ശരി, കൊണ്ട് നടന്ന് കുടിക്കുക. 10,000 രൂപ ഫൈൻ. ഇപ്പൊ അടയ്ക്കുന്നോ അതോ കോടതിയിലോ? ഞാൻ ഒരാളെ വിളിച്ചോട്ടെ. ഹലോ വിജയേട്ടാ, എന്നെ പോലീസ് പൊക്കി. ഒരു 10,000 രൂപ ഗൂഗിൾ പേ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ മൊത്തം പൊളിയും. അല്ലെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടും. പ്ലാനിങ്ങോ? താൻ ഏതോ ഗൂഢാലോചന സംഘത്തിൽപ്പെട്ട ആളാണോ? അയ്യോ അല്ല മാഡം, ഒരാളുടെ ജീവിത പ്രശ്നം പറഞ്ഞതാണ്. മര്യാദക്ക് ATM പോയി കാശ് എടുത്തുകൊണ്ട് പാടോ. ഇതാ ഇപ്പൊ വരാം. ഈ വണ്ടി ഒന്ന് നോക്കിയോണേ. എടാ ജോസേ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ നോക്കിയിരിക്കുക. എടാ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്കൊരു കൂട്ട് വേണം. മാധവൻ പെണ്ണോട്ടം പോവാണോ? ശേ അതല്ലടോ, വീടും പറമ്പും ഒക്കെ നോക്കി നടത്താൻ എനിക്കൊരു കാര്യസ്ഥനെ വേണം. അതിന് പറ്റിയ ആരോ ഉള്ളത്? അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. ബംഗാളി മതിയോ? ബംഗാളി നേപ്പാളി ഒന്നും വേണ്ട, മലയാളി മാത്രം. അങ്ങനെയെങ്കിൽ നേരത്തെ രാധയെ വിളിച്ചാലോ? അവള് പ്രസവരക്ഷം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ഇവിടെ ആരെങ്കിലും പ്രസവിച്ച് കിടപ്പുണ്ടോ? എടോ എനിക്കൊരാണ് മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യോമനോടൊന്ന് ചോദിച്ചു നോക്ക്. ശരിയാണ്, അവനോട് വിളിച്ച് ചോദിച്ചു നോക്കാം. അവനാണ് എവിടുന്നേലും തപ്പിക്കൊണ്ടിരുന്നത്. എന്നാ ഇപ്പൊ തന്നെ വിളിച്ചോ. എടാ ജോമോനെ, എനിക്കൊരു കാര്യസ്ഥനെ എവിടുന്നേലും തപ്പിയെടുത്ത് തരണം. എൻ്റെ വീടും പറമ്പും നോക്കാൻ ആളില്ലെന്നുള്ളവരും നിനക്കറിയാമല്ലോ. ആ ശരി ശരി, ആ വരാം വരാം വരാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാം.
ആ വിജയൻ ചേട്ടൻ മക്കളുടെ വണ്ടിയാണല്ലോ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ചാവാൻ അറിയിക്കണം. അപ്പു എന്താ അരവിന്ദാ, അപ്പു നിങ്ങളെയും കൂട്ടി വിജയൻ ചേട്ടൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല. അല്ലേലും തന്നെ ഞങ്ങളൊന്ന് കാണാതിരിക്കായിരുന്നു. എടോ വയസ്സാം കാലത്ത് താൻ ഞങ്ങളുടെ അച്ഛന് കല്യാണം ആലോചിക്കാരെ? അയ്യോ അരവിന്ദ, സത്യമായിട്ട് ഞാൻ അങ്ങനെയല്ല. നിങ്ങളുടെ അച്ഛനല്ല കല്യാണം, വല്യച്ഛനാ. മാധവൻ വലിച്ചനോ? എന്നപ്പോ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ കേട്ടത്. ഇത് പറയാൻ വേണ്ടി മാധവൻ ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നാ നീ വണ്ടി കയറി, നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. പറ, കേറാ വണ്ടി കയറാ. എൻ്റെ പൊന്ന് ചേട്ടാ, എഴുതാപ്പുറം വായിക്കാതെ ഈ വയസ്സാം കാലത്ത് ഞാൻ പെണ്ണ് കെട്ടാനോ? കൊള്ളാം. ഞാൻ എൻ്റെ ലൗകിക സുഖങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് ഒരു സന്യാസിയെ പോലെ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതുവരെ ഞാനൊരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. അതെനിക്കറിയാമല്ലോ. മര്യാദക്ക് ജീവിച്ചാൽ അവരവർക്ക് കൊള്ളാം. ഏതായാലും ഞാൻ അവിടെ ഒരാളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജോമോനോട് വിളിച്ച് വിവരവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അതനുസരിച്ച് നിൽക്കുന്നവനുണ്ടെങ്കിൽ മതി. അത് മതി, അത് മതി. പിള്ളേര് വന്നല്ലോ. ആ ഇവന്മാരും വന്നു. എന്റെ മക്കള്. ജോമോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇതൊക്കെ നേരത്തെയും കാലത്തെ നോക്കാൻ മേലായിരുന്നോ? ഈ വയസ്സാം കാലത്ത് പിന്നെ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ നേരെ അങ്ങ് പോകുന്നതാ. അത് സത്യമാണോന്ന് അറിയണ്ടേ? അതൊക്കെ നമുക്ക് അകത്ത് സംസാരിക്കാൻ. മക്കൾ വാ. ചേട്ടായി, നമ്മളിങ്ങനെ ഓടിപ്പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, ഞാനും അതാ ആലോചിക്കുന്നത്. ഓ, നമ്മുടെ അച്ഛൻ ഈ പ്രായത്തിലെങ്ങാനും പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഷോപ്പിംഗ് കോംപ്ലക്സും പെട്രോൾ പമ്പും അച്ഛൻ എൻ്റെ പേരിൽ എഴുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പം പറഞ്ഞു? അതെ, ഇളയ സന്ധ്യ ഞാനാ, അത് എനിക്ക് അവകാശപ്പെട്ടതാ. അതെങ്ങനെ ശരിയാവണം? ആദ്യം ഉണ്ടായതാരാ? അച്ഛൻ. ചേട്ടാ അതിനുശേഷം ഉണ്ടായതാരാ? അമ്മ. ചേട്ടാ അച്ഛനും അമ്മയ്ക്കും കൂടി ഉണ്ടായതാരാ? അത് ചേട്ടായിയാ. ആണല്ലോ. അപ്പൊ ആ പെട്രോൾ പമ്പ് എനിക്ക് അവകാശപ്പെട്ടതല്ലേ? ഇങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് ഇളയ സന്ധ്യ ഞാനാ, എനിക്കല്ലേ അവകാശപ്പെട്ടത്. ചേട്ടാ പൊട്ട അച്ഛൻ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവര് കൊണ്ടുപോകില്ല ഈ സ്വത്തുക്കളൊക്കെ. മാത്രമല്ല നമുക്ക് നാണക്കേടുമായി പോകും. സത്യം പറയട്ടെ, ഭാഗ്യത്തിന് ഈ അച്ഛന് വയസ്സാം കാലത്ത് 2 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി. എന്തായാലും വെല്ലിച്ചിനെടുത്ത തീരുമാനം കൊള്ളാം. ഇപ്പോ ഒരു കൂട്ട് നല്ലതാ അല്ലടാ? നേരത്തെ നോക്കേണ്ടതായിരുന്നു എൻ്റെ മക്കളെ. അതാണ് പറ്റിയ ഒരാളെ കിട്ടണ്ടേ. ആളുടെ വീട് എവിടെയാ? അത് ഞാൻ ജോമോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല, വെല്ലിച്ചിന് എന്തെങ്കിലും നിബന്ധനകളൊക്കെ ഉണ്ടോ? താഴെ വീഴുന്ന ജാതിക്ക മുഴുവൻ പിറക്കണം. തൊടിയിൽ പശുവിനെ കയറാതെ നോക്കണം. പിന്നെ രാവിലെ പശുവിനെ കറക്കി. അല്ല, അപ്പൊ ഈ വെല്ലിച്ചന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എനിക്ക് രാവിലെ ഒരു കട്ടൻ കാപ്പി കിട്ടിയാൽ മതി. എന്തിനാണ് ഈ കളവൻ പറയണത്? രാവിലെ ജാതിക്ക പറക്കണം, പശുവിനെ കറക്കണം, കട്ടൻ കാപ്പി തിളപ്പിക്കണം. പിന്നെ എന്തിനാണ് ഈ കളവൻ പെണ്ണ് കെട്ടണത്? അത് തന്നെയായിട്ട് എനിക്കും തോന്നുന്നത്. ഇവിടെ പിള്ളേരെ ഞാനിത് പറഞ്ഞു തീർന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ഈ അങ്ങോട്ട് മാറിയിരിക്കുന്നത്? ഇനി വന്നേ. നമുക്ക് രജിസ്റ്റർ ചെയ്യണ്ടേ? അതൊന്നും വേണ്ടെന്നേ. വരുന്നവർക്ക് താല്പര്യമില്ലെങ്കിൽ അവര് പൊക്കോട്ടെ. നമുക്ക് വേറെ ആളെ കിട്ടുകയല്ലേ. ഇത് തന്നെ പരിപാടിയാക്കാനാണോ പരിപാടി? അങ്ങനെയൊന്നും അല്ലടാ. ഇതിനു മുമ്പ് 1-2 പേര് വന്നതാ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു. ഒരു ഉഷാറും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഈ കാലിൽ വീണൊന്ന് നമസ്കരിച്ചോട്ടെ എൻ്റെ വെല്ലിച്ച. വെല്ലിച്ച, അങ്ങൊരു പുലിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കാര്യത്തിൽ ഞാനൊരു പുലി തന്നെ. കാരിസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെല്ലാം നോക്കണ്ടേ. നല്ലൊരു കാരിസിനെ കിട്ടുവാണെന്നൊരു അവൻ പറയുന്ന ശമ്പളം ഞാൻ കൊടുക്കാവുന്നേ. അപ്പൊ മകളെ, ഞാൻ അങ്ങ് പോവുക. വിജയ, ഞാൻ പോവുക. നോമോനെ, നല്ലൊരു പാറ്റയെ കിട്ടുവാണെങ്കിൽ നീ കൊണ്ടുപോയി. ഇതിലെന്തോ കളിയുണ്ടല്ലോടാ. അത് കണ്ടുപിടിക്കണോ അരവിന്ദേട്ടാ?
ജോമനെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അച്ഛാ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചോണ്ട് വരാവേ. വാ ജോമനെ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. വാ. ആടാ ജോമോനെ. ഇവിടെ കൊണ്ടാട്ടാ. എന്തിനാ ഈ കാട്ടിക്കൊണ്ട് നിർത്തി? ആ ടൗണിൽ വേണ്ടി നല്ല ഫാസ്റ്റ് കുഴിമന്തി കിട്ടും. നിന്നെ ചമ്മന്തിയാക്കിട്ട് ഈ കാട്ടിലും കുഴിച്ചാ മുടിഞ്ഞ. സത്യം പറടാ, നീ ഞങ്ങളുടെ അച്ഛനെ പെണ്ണ് കെട്ടിക്കാൻ നടക്കുമല്ലേ? സത്യമായിട്ടും അല്ല. നിങ്ങളുടെ അച്ഛൻ പാർട്ടി മോണി പരസ്യം കൊടുത്തു. ഞാൻ പെണ്ണാണ് പോയി, അത്രേ ഉള്ളൂ. മേലാളി ഞങ്ങളുടെ വീടിന്റെ അകത്ത് കയറിയാ ഇതിന്റെ കയ്യും കാലും ഞാൻ തല്ലോടി. ഇനി നീ ബ്രോക്കർ പണിയായിട്ട് നടന്നാണല്ലോ. കയ്യും കാലം ഞങ്ങളുടെ അറിയില്ലടാ ശരിക്കും. അരവിന്ദേട്ടനല്ലേ സെന്റ് പീസസിൽ നാടകം പഠിപ്പിച്ച ജാനകി താനെന്താ ഇവിടെ? എനിക്കിവിടെ ട്രാൻസ്ഫർ ഇവിടെ ജോലി കിട്ടി. ആണല്ലേ? അതെ, ഒരു കാര്യം പറയാം. ഇവനെ എനിക്ക് നേരത്തെ അറിയാം. ഇവനുള്ള പണി ഞാൻ കൊടുത്തോളാം. വണ്ടി വിട് വീട്ടിലോട്ട്. മാഡം, ഇതായിരിക്കുന്ന ആളാണ് ഞങ്ങൾ പറഞ്ഞ കല്യാണത്തിട്ട് വീട്. അതെ അച്ഛൻ ഒന്ന് ഡീൽ ചെയ്തേക്കണേ. താൻ ആരോടോ? ഞാൻ മീൻ കൊടുക്കാൻ വന്നാ. വിട്ടോ വിട്ടോ. താനാണല്ലേ വിവാഹ തട്ടിപ്പ് നടത്തുന്ന വീരൻ? ഞാൻ വീരനല്ല സാർ, ഞാൻ വിജയനാ. ദേ ഇവരെ എന്റെ മക്കളാ, ഇവരുടെ അച്ഛനാ. തമാശത്തോടോ ഞാൻ പിടിച്ചകത്തിട്ടു. ഞാൻ ചതിക്കരുത്. ഞങ്ങളുടെ അച്ഛൻ ഇനി ഒരിക്കലും പരസ്യം കൊടുത്ത് കല്യാണം കഴിക്കില്ല. അതെ മാഡം, ഞങ്ങളുടെ അച്ഛനെ ഒരിക്കലും ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല. ഞങ്ങളുടെ അച്ഛനെ ജയിലിൽ ഇടരുത് മാഡം, പ്ലീസ്. ഇനി കല്യാണം കഴിക്കോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്, എന്റെ മക്കളാണ് സത്യം. ഞാൻ ഇനി കല്യാണം കഴിക്കുക, കല്യാണമേ കഴിക്കത്തില്ല. ഈ കലികാലത്ത് എന്തെല്ലാം സഹിക്കണം എന്റെ ഭഗവാനെ. അതെ, നിങ്ങളുടെ അച്ഛനെ ഒറ്റപ്പെടലിന്റെ വേദന ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി മാഡം. ഞങ്ങൾ രണ്ടു മക്കളും ഇനി മാറി മാറി അച്ഛൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഏറ്റവും നല്ല ഉണ്ടാവും. ഓക്കെ. ഓ സന്തോഷം. അച്ഛാ നമുക്കൊരു ടൂർ അങ്ങോട്ട് പോയാലോ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ശരിയാണോ മക്കളെ, ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. കർണാടക ചെന്നിട്ട് വേണം നല്ലൊരു പെണ്ണിനെ കെട്ടാൻ. അച്ഛാ